ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ മിലാനിലാണ് ഉള്ളതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ. ഞങ്ങൾ മിലാനിലേക്ക് വരാൻ കാരണം ലേക്ക് കോമോയും അതിന് ചുറ്റിലുള്ള പ്രദേശങ്ങളും കാണാനായിട്ടാണ്. അതിനായിട്ട് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. നമ്മളിപ്പോൾ മിലാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ലേക്ക് കോമോയിലൊരു പ്രദേശമായ വരേണയിലേക്കാണ് ഇന്ന് പോകാൻ തീരുമാനിച്ചത്. വരേണയിലേക്ക് മിലാനിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ പണി നടക്കുന്നത് കാരണം ആദ്യം ലെക്കോ പോയിട്ട് അവിടുന്ന് ബസ് എടുക്കണം വരേണയിലേക്ക്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലൊക്കേഷനുകൾ കാണിച്ചു തരാം. ലേക്ക് കോമോന് ചുറ്റിലുള്ള 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അങ്ങോട്ടേക്കാണ് പോവേണ്ടത്. വരേണയിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചത്. ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് ലെക്കോയിൽ ഇറങ്ങിയിട്ട് ലെക്കോന്ന് ബസ് എടുത്താണ് നമ്മൾ ഇന്ന് വരേണയിലേക്ക് പോകുന്നത്. വരേണ ലേക്ക് കോമോയിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് വരേണ. വരേണയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് മെനാജിയോ. അവിടേക്ക് പോകാൻ നമ്മൾ ഫെറി എടുക്കണം, അല്ലെങ്കിൽ ബോട്ട്. ഞാൻ ഫെറി ബോട്ട് എന്നൊക്കെ മാറി മാറി പറയുന്നുണ്ടാവും, സോറി. മെനാജിയോക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് ബെല്ലാജിയോ. അവിടേക്ക് പോകണമെങ്കിൽ ഫെറി എടുക്കണം. പിന്നെ ലേക്കിൻ്റെ അറ്റത്തുള്ള സ്ഥലമാണ് കോമോ. അവിടേക്ക് പോകണമെങ്കിൽ ഫെറി എടുക്കാം, അല്ലെങ്കിൽ ബസ് എടുക്കാം. ഈ 4 പ്രദേശങ്ങളാണ് ലേക്ക് കോമോയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ. ഞാൻ ലെക്കോ സർക്കിൾ ചെയ്യാൻ കാരണം നമ്മൾ ഇന്ന് ലെക്കോയിൽ വന്നിട്ട് വരേണയിലേക്ക് വന്ന കാര്യം പറയാനായിട്ടാണ്. അപ്പോൾ നമ്മൾ വരേണയിൽ വന്നിട്ട് അവിടുന്ന് ഫെറി എടുത്തിട്ട് മെനാജിയോയിലേക്ക് വന്നു. ഇന്ന് മുഴുവൻ നമ്മൾ മെനാജിയോ ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. മെനാജിയോയിലെ സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ന് കാണുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ വരേണ, ബെല്ലാജിയോ, കോമോ ഒക്കെ കാണുന്നതാണ്. അപ്പോൾ മെനാജിയോയിലെ കാഴ്ചകളുമായി ഇന്നങ്ങ് പോവാം. ഞങ്ങളിപ്പോൾ മിലാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടായിരുന്നു അന്നേ ദിവസം. പിന്നെ പ്ലാറ്റ്ഫോം കണ്ടെത്താനൊന്നും ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ നിരന്നിട്ടാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോം ഉള്ളത്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തെത്താം. നമ്മൾ ലെക്കോയിലേക്ക് പോകാനുള്ള ട്രെയിനിൽ കയറുകയാണ്. വരേണയിലേക്ക് പോകാൻ ഇവിടുന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ എങ്ങനെയോ സീറ്റൊക്കെ കണ്ടെത്തി ഞങ്ങൾ ലെക്കോയിലെത്തി. ലെക്കോയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബസ്സൊക്കെ അവിടെ ഉണ്ടാവും. ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യണം, ഒരുപാട് പേരുള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി വരേണയിലേക്ക് പോവാം. ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് വരേണയിലേക്കായിരുന്നു. രാവിലെ ഞങ്ങൾ ഏതാ പ്ലാറ്റ്ഫോം എന്ന് നോക്കാൻ നിൽക്കുന്ന സമയത്താണ് മനസ്സിലായത് വരേണ വരെ ട്രെയിനില്ല. അത് ലെക്കോ വരെ പോയിട്ട് ലെക്കോന്ന് ബസ് എടുത്തിട്ട് വരേണയിലേക്ക് പോകണമെന്നോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബസ് ടിക്കറ്റ് സെപ്പറേറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ കുറച്ച് പോലീസൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും. അവർ നമുക്ക് കാണിച്ചു തരും എവിടെയാണ് ബസ് ഉള്ളതെന്നൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്നിട്ട് നമ്മൾ ബസ് കയറിയാൽ മതി. ബസ്സിൽ കയറാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ബസ്സിലിങ്ങനെ കുത്തി നിറച്ചൊന്നും ആളുകളെ കയറ്റില്ല. എല്ലാ സീറ്റിലും ആളുകളായി കഴിഞ്ഞാൽ പിന്നെ ആളുകളെ കയറ്റില്ല. നിന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല അവിടെ. ഭാഗ്യത്തിന് ആദ്യത്തെ ബസ്സിൽ തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ വരേണയിൽ വന്നു. വരേണ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ വരേണ കാണുന്നതിന് മുമ്പ് മറ്റ് സ്ഥലങ്ങൾ കാണാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പോൾ അതിനായിട്ട് ബോട്ട് എടുക്കണം. അതിന് ബോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എവിടെ നിന്നാണുള്ളതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആളുകളെല്ലാം പോകുന്ന വഴി കൂടെ നടന്നു. അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കണ്ടു. അവിടുന്ന് ക്യൂ നിന്നിട്ട് ഞങ്ങൾ ഫുൾ ഡേ ബോട്ട് ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ബോട്ടിൽ ആ ദിവസം മുഴുവൻ യാത്ര ചെയ്യാം. നമ്മളിപ്പം ബോട്ടിൽ കയറാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്. ബെല്ലാജിയോയിലേക്ക് പോകുന്ന ബോട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞങ്ങളുടെ പ്ലാൻ പ്രകാരം ആദ്യം ബെല്ലാജിയോയിലേക്ക് പോവുക എന്നതായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ മാറ്റിയത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് അധികം ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്നു. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 15 മിനിറ്റ് ആയപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, നെക്സ്റ്റ് സ്റ്റോപ്പ് ഇസ് മെനാജിയോ എന്ന്. ഞങ്ങൾക്ക് ആ സമയത്ത് ബെല്ലാജിയോയുടെ മുന്നെയാണ് മെനാജിയോ എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടി തന്നെയാണ് വീഡിയോയുടെ ആദ്യത്തിൽ ഞാൻ മാപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മെനാജിയോയിൽ ഇറങ്ങാം. ഒരുപാട് പേരൊന്നും ഇറങ്ങാനുണ്ടായിരുന്നില്ല, കുറച്ച് പേരായിരുന്നു മെനാജിയോയിലേക്ക് ഇറങ്ങാനുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ മെനാജിയോയിലേക്ക് ഇറങ്ങി. ബോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം മെനാജിയോയിലെ മെയിൻ ഏരിയയിലേക്ക് എത്താൻ. ഞങ്ങൾക്ക് എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മുന്നിൽ കുറച്ച് പേര് നടക്കുന്നുണ്ടായിരുന്നു. അവരെ പിന്നാലെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മെനാജിയോ.
ചെറിയൊരു പ്രശ്നം, ഞങ്ങൾ വന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ജൂലൈ ടൈമിൽ നല്ല വെയിലായിരിക്കും ഇറ്റലിയിൽ ഒരുവിധം എല്ലാവിടെയും എല്ലാവർക്കും അറിയാലോ. എന്നാലും ഞങ്ങൾ ഈ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇറ്റലിയിൽ വരികയാണെങ്കിൽ മെയ് സമയത്ത് വരണം. മെയ് തന്നെ അവിടുത്തെ വേനൽക്കാലം തുടങ്ങും. എന്തായാലും അതികഠിനമായ ചൂടുണ്ടാവില്ല. അതുകൊണ്ട് ഇറ്റലിയിലെ ഈ ഭംഗിയൊക്കെ ബുദ്ധിമുട്ടില്ലാതെ ആസ്വദിക്കാൻ പറ്റും. വെയിൽ കാരണം എൻ്റെ കയ്യിലൊക്കെ ചെറിയ ചെറിയ കുരുകൾ പോലെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല പോലെ സൺ ടാനും ഉണ്ടായിരുന്നു. ഇത്തവണ ഞാൻ കമ്മലൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലത്ത് വരുമ്പോൾ കുറച്ച് ഒരുങ്ങിയൊക്കെ വരാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കമ്മലൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നിൽ മോൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അറിയില്ല. നിഷാദ് എല്ലാത്തിനും മോളുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് നമ്മളിപ്പം നടക്കുന്നത്. നല്ല ഭംഗിയിൽ റീൽസൊക്കെ എടുക്കാൻ പറ്റുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് നല്ല പോലെ യൂട്ടിലൈസ് ചെയ്യാം. ഞങ്ങൾക്ക് അതൊന്നും അത്ര വശമില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വെച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ഭംഗിയുള്ള റീലെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിഷാദിനോട് സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകാൻ പറഞ്ഞത്. പക്ഷേ എന്താ കാര്യം, ഡയറക്ടറും ശരിയില്ല, ആക്ടറും ശരിയില്ല. ലേക്ക് കോമോ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിലാനിൻ്റെ അല്ലാണ്ട് ലേക്ക് കോമോയിൽ താമസിക്കാം. അതായത് വരേനയിലോ മെനാജിയോയിലോ ബെല്ലാജിയോയിലോ കോമോയിലോ എവിടെ വേണമെങ്കിലും താമസിക്കാം. പക്ഷേ ഹോട്ടൽ പ്രൈസ് ഭയങ്കര കൂടുതലാണ് മിലാനിനേക്കാളും. അതുകൊണ്ടാണ് ഞങ്ങൾ മിലാനിൽ നിൽക്കാൻ കാരണം. മിലാനിന്ന് വരേനയ്ക്ക് വരാൻ 1 മണിക്കൂറേ എടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ കോമോയിലേക്ക് പോകാനും അത്രയേ എടുക്കുകയുള്ളൂ. അപ്പോൾ മിലാനിൽ നിന്നിട്ട് ഇവിടെയൊക്കെ സ്ഥലം കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇറ്റലിയിൽ വന്നിട്ട് ഇത് എത്രാമത്തെ ജലാറ്റോ ആണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ ബോൾസാനോ ഒന്ന് കഴിച്ച ജലാറ്റോ പോലെ ടേസ്റ്റുള്ള ജലാറ്റോ ഞങ്ങൾ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ പെട്ടെന്ന് കയ്യിൽ നിന്ന് ഉരുകി പോകുന്നുണ്ടായിരുന്നു വെയിൽ കാരണം. നിഷാദും മോളും നല്ലൊരു സ്ഥലം കണ്ടെത്തി. ലേക്ക് കോമോന് ചുറ്റിലുള്ള 4 സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് മെനാജിയോയിലാണ് ആൾ കുറവുള്ളത്. ബാക്കി ബെല്ലാജിയോയിലും വരേണയിലും കോമോയിലും ഒക്കെ നല്ല ആളുകളായിരുന്നു. അതിൽ തന്നെ വരേണയിൽ നല്ല ആളുകളായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വരേണ. ഞാനൊന്നും സംസാരിക്കാണ്ട് ഇവിടുത്തെ വൈബ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്തോ ഡ്രില്ലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ഥലം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷോപ്പ് കയറിയിട്ട് ഞാൻ മെനാജിയോയിലെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി. വേറെന്തോ വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നല്ലപോലെ റിലാക്സ് ആയിട്ട് നല്ലപോലെ സ്ഥലമെല്ലാം ആസ്വദിക്കാനായിട്ട് വരണം. കുറേ സമയമെടുത്ത് ഇങ്ങനെ മെല്ലെ മെല്ലെ ആസ്വദിച്ച് ഇതിൻ്റെ വൈബൊക്കെ അറിഞ്ഞ് നടക്കണം. പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നടക്കണം. അതിനൊക്കെ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ വെയിൽ കാരണം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മെയ് സമയത്തൊക്കെ വരണം ഇവിടെ. അപ്പോൾ നല്ല പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മോളുടെ ഒരു ഹാറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് നോക്കിയത്. അത് ഇട്ടപ്പോൾ നിഷ കളിയാക്കുന്നു. മെനാജിയോയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ആ വാട്ടർഫോൾ കാണാനായിട്ട് വന്നതാണ്. ഇതാണ് ആ വാട്ടർഫോൾ. വലിയ വാട്ടർഫോളൊന്നുമല്ല, പക്ഷെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലം. ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു സ്ഥലമായിരുന്നു. ഞങ്ങളെ പോലെ ഒരു 2 പേര് കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത്. വേറെ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമാണ് ടൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് നടന്നിട്ട് ഉള്ളോട്ടുള്ള ഈ ഭാഗത്തേക്ക് വന്നത്. കുറച്ചുകൂടെ ഉള്ളിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നല്ല വെയിൽ കാരണം അതിന് സാധിച്ചില്ല. അവിടെ മാത്രം ഒന്ന് നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ഉണ്ടായത്. ഇനി ഞങ്ങൾ ബെല്ലാജിയോയിലേക്കാണ് പോകുന്നത്. അതിനായിട്ട് ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല വെയിലുണ്ടായിരുന്നു, ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണോ ഞാൻ അവിടെ നിന്നതെന്ന് എനിക്ക് ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
നമ്മൾ കയറിയിരിക്കുന്ന ഫെറി എന്ന് പറഞ്ഞാൽ ബോട്ട്, ഒരു തരം ബോട്ടാണ് ഫെറി. ഇവിടെയുള്ള എല്ലാ ബോട്ടുകളെയും ഫെറി എന്നാണ് പറയുക. ഞാൻ പറഞ്ഞിരിക്കുന്നത് ബോട്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ഫെറി ഒരു കാർ ഫെറി ആയിരുന്നു. അപ്പോൾ അതിൽ കാറുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ യാത്ര ചെയ്ത് ബെല്ലാജിയോയിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ബെല്ലാജിയോയിലെ വിശേഷങ്ങളായിട്ടാണ് വരുന്നത്. അതുവരേക്കും എല്ലാവർക്കും ബായ്.